ഓക്കെ. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രവീണ മാമിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ മാമിന്റെ ടോപ്പിക് വരുന്നത് ഹ്യൂമൻ ലൈബ്രറി ആണ്. ഇന്നത്തെ ടോപ്പിക് വരുന്നത് മാമിന് എന്താ പറയാനുള്ളത് നമുക്ക് എല്ലാവരും നിങ്ങളെല്ലാവരും വെയിറ്റിംഗിലായിരിക്കും. അതുപോലെ തന്നെ ഞാനും വെയിറ്റിംഗിൽ തന്നെയാണ്. മാമിന് എന്താണ് ഷെയർ ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സെക്ഷൻ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് മഫീദ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഒരുപാട് സന്തോഷം. അപ്പോ നമ്മുടെ സേഫി സാറ് പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകൾ തുറക്കാം. അപ്പൊ എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത് അതോ ഉറക്കത്തിലാണോ എന്നെനിക്കറിയില്ല. എന്തായാലും ഉറക്കം ഉണർന്നെഴുന്നേൽക്കുന്നത് വിജിലന്റ് ആയിട്ട് കേൾക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്ന ഒന്ന് രണ്ട് പേരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. താങ്ക് യു. ബാബു സാറുണ്ട്, മണി സാറുണ്ട്, മുഫീദ ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളുടെ ഇന്നത്തെ സെഷനിലേക്ക് വരിക. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കണ്ടന്റിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഹ്യൂമൻ ലൈബ്രറി. അതെ, ലൈബ്രറികളെ കുറിച്ചൊക്കെ നമുക്കറിയാല്ലേ. നമ്മൾ ലൈബ്രറികളിൽ പോവാറുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഇനി പുസ്തകങ്ങൾ വായിക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പ്രധാനപ്പെട്ട കോട്ടിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, നിങ്ങൾ 100 പുസ്തകങ്ങളൊന്നും വായിക്കേണ്ടതില്ല. ഒന്നോ രണ്ടോ പുസ്തകം അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചാൽ ധാരാളമാണ്. പക്ഷെ വായിക്കുന്ന പുസ്തകത്തിലെ കണ്ടന്റ് നിങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചില കോട്ടുകളിൽ ഇങ്ങനെയും പ്രതിപാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബി മാജിക്കിൽ ഒരുപാട് പുസ്തകങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ സേഫ് സാറുടെ ഈ ഗ്രൂപ്പിൽ അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ട് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഉണ്ടല്ലോ അല്ലെ. ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ഞാൻ കണ്ടിരുന്നു. വളരെ നല്ല കാര്യം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുസ്തകത്തിലൂടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അതിലൂടെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ആ ലൈബ്രറി, അപ്പൊ അതൊക്കെ നമ്മുടെ സ്വാഭാവികമായിട്ടും ചുറ്റുപാട് കാണുന്ന ലൈബ്രറികളാണ് എന്ന് തന്നെ പറയാം. പക്ഷെ ഡെൻമാർക്കില് വ്യത്യസ്തങ്ങളായ ലൈബ്രറികളാണ് അത്രേ ഉള്ളത്. ഹ്യൂമൻ ലൈബ്രറി, അതായത് അവിടെ പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യരാണ് നമുക്ക് വായിക്കാനും പഠിക്കാനുമായിട്ട് ലഭ്യമാകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് പുസ്തകങ്ങളെ കാണുന്നത് പോലെ മനുഷ്യരെ കാണാം എന്ന് പറയുന്നു. നമുക്കതിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂസ് ചെയ്യാം, ഒരു 30 മിനിറ്റ് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാം. അപ്പൊ എന്തിനായിരിക്കും അത്തരം ഹ്യൂമൻ ലൈബ്രറികൾ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ ഒരു പക്ഷെ ഒരു ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്തൊരു പുസ്തകത്തിൽ നിന്ന്, ഒരു വ്യക്തിയുടെ പുസ്തകത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കുന്നുണ്ട്. ആ പുസ്തകങ്ങളിലെ കണ്ടന്റ് നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. അതേപോലെ ഈ ഹ്യൂമൻ ലൈബ്രറിയിൽ നാം വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞ് ഇത് ജീവിതത്തിൽ എനിക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം, ഇതിലൂടെ എൻ്റെ ജീവിതത്തിൽ എന്ത് മെസ്സേജ് ആണ് ഞാൻ കേൾക്കുന്നത് എന്ന ചിന്തയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറയുന്നു. കാരണം ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ അത് ഷെയർ ചെയ്യാൻ കൂടി തയ്യാറുള്ളവരാണ് കേട്ടോ അവിടെ എത്തുന്നത്. ആ വ്യക്തിയുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്നത് എന്തൊക്കെയാണ്, അവിടെ എനിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നൊരു ചിന്താതലത്തിലേക്ക് കൊണ്ടുപോകാൻ നാം തയ്യാറാണെങ്കിൽ അത്തരം ഹ്യൂമൻ ലൈബ്രറി ഒരുപാട് നമുക്ക് ഉപയോഗപ്പെടുന്നവയാണ്. നമ്മുടെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഹ്യൂമൻ ലൈബ്രറികൾ അത്രയധികം പ്രൊമോട്ട് ആയി വന്നിട്ടില്ല. കാരണം ഈ ഹ്യൂമൻ ലൈബ്രറി പുസ്തകങ്ങൾ ഒരുപാട്, സാധാരണ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ ഒരുപാട് കിട്ടുന്നത് പോലെ ഹ്യൂമൻ ലൈബ്രറിയിൽ ഒരുപാട് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. അത്തരം തന്റെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തയ്യാറാവുന്ന വ്യക്തികളെയാണ് അത്തരം ലൈബ്രറി രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി ഈ ലൈബ്രറികളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ നമ്മൾ കേട്ടും കണ്ടും ഒക്കെ ഇന്ന് കേട്ടും ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഏത് പുസ്തകമാണ് ഈ ബി മാജിക്കിലൂടെ കേട്ടത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളിത് പഠിച്ചിട്ടുള്ളത് അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നാം മറന്നുപോകും. ഒരു പക്ഷെ കഴിഞ്ഞ വർഷം വായിച്ച പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ നാം മറന്നുപോകും. അതിലെ കണ്ടന്റ് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ മറന്നുപോകും. പക്ഷെ നമുക്ക് ചുറ്റും മനുഷ്യരായിട്ടുള്ള ചില ലൈബ്രറി, ഡെൻമാർക്കുള്ള ഹ്യൂമൻ ലൈബ്രറിയും അവിടെ നിൽക്കട്ടെ, അത് അവിടെ നമുക്ക് പരിചയമില്ലാത്ത വ്യക്തികളായിട്ട് സംവദിക്കാം. പക്ഷെ ലൈബ്രറികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ചുറ്റും ഇത് ബന്ധങ്ങളിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഇത് ഇത്തിരി സമയമെടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് ജീവിതത്തിൽ ബന്ധങ്ങളെ കൂടുതൽ കൂട്ടിയുറപ്പിക്കാൻ നമ്മെ ഒരുപാട് സഹായിക്കും. എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ
ചുറ്റുപാടുകളിൽ നാം ആഗ്രഹിക്കുന്ന ചില ബന്ധങ്ങളുണ്ട് അല്ലെ? നമ്മുടെ വീട്ടിലായാലും അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. ഇത് കൂടാതെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. ഈ ബന്ധങ്ങൾ നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊക്കെ ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൂട്ടിവെക്കേണ്ടതെന്ന് ആദ്യം നാം ഒരു തീരുമാനത്തിലെത്തണം. ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു കരിയർ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ ആ കരിയറിൽ ഏത് വ്യക്തിയെയാണോ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ തീരുമാനിക്കണം. ആ വ്യക്തിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. എനിക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അവനോനാണ്. എന്തിനാണ് ഈ ബന്ധം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പൊ എന്റെ കരിയറിൽ എനിക്ക് ഈ വ്യക്തിയുമായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് കൂടുതൽ പഠിക്കാനും ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ഭംഗിയായി നിർവഹിക്കാനും കൊണ്ടുപോകാൻ കഴിയും. ശരി, അപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്തിനാണ് ഞാൻ ഈ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഈ ബന്ധം ഞാൻ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു? ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടി. ഇനി എങ്ങനെയാണ് ഈ വ്യക്തിയെ ഒരു പുസ്തകം പോലെ പഠിച്ചെടുക്കേണ്ടതെന്നാണ് അടുത്ത പോയിന്റ്. ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോകണമെങ്കിൽ ഈ വ്യക്തിയുമായി ഞാൻ അടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അടുത്ത് പെരുമാറുമ്പോഴും ആ വ്യക്തിയെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിരുത്തി അന്വേഷിക്കേണ്ടതുണ്ട്. ആ വ്യക്തി സംസാരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ വ്യക്തിയോട് ഞാൻ പെരുമാറേണ്ടത്, ആ വ്യക്തിയിൽ നിന്ന് ഞാൻ എന്തെല്ലാമാണ് എന്റെ ജോബില് കരിയറിൽ ഞാൻ സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ആ വ്യക്തിയുമായിട്ടുള്ള സംസാരത്തിലും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോകുന്നതിനിടയിലും ഞാൻ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അതായത് ആ വ്യക്തിയെ വിലയിരുത്തുക, പഠിക്കുക, ഒരു പുസ്തകം പോലെ. അപ്പൊ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ ഇന്നതൊക്കെയാണ്, ആ വ്യക്തി ജോബിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, കൂടുതൽ ജോബിൽ ആ വ്യക്തി ഇത്രയും ഉയരാനുള്ള കാരണം ഇന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് എന്ന് ഒരു ലൈബ്രറിയിലെ പുസ്തകം വായിക്കും പോലെ ആ വ്യക്തിയെ കുറിച്ച് കൃത്യമായി ഞാൻ വായിച്ചെടുത്ത് പുസ്തകത്തിൽ എഴുതിയിടുക ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ ഇടയിൽ വല്ല അസ്വാരസ്യങ്ങളും ഉണ്ടായാൽ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായാൽ നാം എഴുതി വെച്ച പുസ്തകത്തിലെ പോയിന്റ്സ് നമ്മെ സഹായിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പൊ ആ വ്യക്തി ഞാൻ ഒരു ദിവസം ഫോൺ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോ ആ വ്യക്തി വളരെ തിരക്കിലാണ്. അപ്പൊ എനിക്ക് ഒരു പക്ഷെ ഒരു പുസ്തകം വായിക്കും പോലെ ആ വ്യക്തിയെ മനസ്സിലാക്കിയത് കൊണ്ട് ആ വ്യക്തിയുടെ ശബ്ദത്തിലുള്ള വ്യതിയാനം പോലും ഇന്ന് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അത് ഒരു ട്രിക്കാണ്. കാരണം ഒരു പുസ്തകം പോലെ ഞാൻ ആ വ്യക്തിയെ വായിച്ചെടുത്തു. കാരണം ഈ സമയത്ത് അവരുടെ ടോണിൽ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ സംസാരിക്കുന്നത് പോലെ അല്ല ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പോ നാം തിരിച്ചറിയേണ്ടത് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തുക. അവിടെ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് സംസാരം നിർത്തലാക്കുക. കാരണം ആ വ്യക്തി വളരെ തിരക്കിലാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പൊ മാനസികമായി സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല എന്ന് വാക്കുകളിലൂടെ അവരുടെ ടോണിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോ, ഒരു ലൈബ്രറിയിലെ പുസ്തകം പോലെ ആ വ്യക്തിയെ പഠിച്ചു കഴിഞ്ഞപ്പോ പിന്നീട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾ ആക്കി എടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള മക്കളാണെങ്കിലോ, ഭർത്താവാണെങ്കിലോ, ഭാര്യയാണെങ്കിലോ, കൂട്ടുകാരാണെങ്കിലോ, സൗഹൃദങ്ങളിലാണെങ്കിലോ, സ്വന്തം സഹോദരിമാരോ സഹോദരങ്ങളോ ഒക്കെ ആണെങ്കിലും ഓരോ വ്യക്തി ഈ ബന്ധം, ഞാനും എന്റെ ബ്രദർ അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ, എന്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഈ ബന്ധം എന്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എന്തിന്? അത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. കാരണം ഇത് എന്റെ രക്തബന്ധമാണ്. എന്റെ സഹോദരനാണെങ്കിൽ എന്റെ സഹോദരി, ഈ ബന്ധം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ആ വ്യക്തി എപ്പോഴും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറിക്കൊള്ളണം എന്നില്ല. പക്ഷെ ആ വ്യക്തിയെ ഒരു പുസ്തകം വായിക്കും പോലെ മനസ്സിലാക്കുക. ഈ സമയങ്ങളിൽ ആ വ്യക്തിയെ വിളിച്ചാൽ കിട്ടും. ഈ സമയത്ത് ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിലുള്ള ശബ്ദ വ്യതിയാനങ്ങൾ തിരിച്ചറിഞ്ഞ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം കൃത്യമായി ഈ സമയത്ത്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സമയത്ത് ഈ വ്യക്തിയോട് സംസാരിക്കേണ്ടതില്ല എന്നുള്ള പല തിരിച്ചറിവുകളും ബന്ധങ്ങളിൽ നമുക്ക് ഉണ്ടാകാൻ പറ്റും. നമുക്ക് ചുറ്റും ഒരുപാട് വ്യക്തികളുണ്ട്. നാം ഡെൻമാർക്കിലോ ഇത്തരം ലൈബ്രറികളോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുപാടും നാം സ്വീകരിക്കാൻ അല്ലെങ്കിൽ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഒരു പുസ്തകം പോലെ വായിച്ചെടുക്കുക. ഇപ്പൊ എന്റെ വേറൊരു അധ്യാപകനുണ്ട്. അധ്യാപകന് രാവിലെ വിളിച്ചാലോ വൈകിട്ട് വിളിച്ചാലോ രാത്രി വിളിച്ചാലോ ഒന്നും കിട്ടില്ല. പക്ഷെ കൃത്യമായി അദ്ദേഹത്തെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഏകദേശം ഒരു 12:30ക്കും 1 മണിക്കും വിളിച്ചാൽ ഈ വ്യക്തി ഫോൺ എടുക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. ഞാൻ അത് ഓർത്തു വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും ഈ ഒരു അധ്യാപകനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ഈ സമയത്താണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞിട്ടല്ല, അദ്ദേഹത്തെ ഒരു പുസ്തകം പോലെ ഞാൻ പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് വിളിക്കുമ്പോൾ കൃത്യമായ വ്യക്തിയുമായിട്ട് എനിക്ക് സംവദിക്കാൻ പറ്റും. ഇനി വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, അദ്ദേഹത്തെ കുറിച്ച്, കാരണം എനിക്ക് ഈ ബന്ധം വിലപ്പെട്ടതാണ്, അല്ലാതെ ഈ വ്യക്തി അങ്ങനെ ആയതുകൊണ്ടല്ല. എനിക്ക് ഈ ബന്ധം, ആ വ്യക്തി എങ്ങനെയോ ആയിക്കോട്ടെ, എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ആ വ്യക്തിയെ എനിക്ക് കൃത്യമായി പഠിച്ചെടുക്കണം. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ബന്ധങ്ങളിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം ഒരു പഠനം നാം വിധേയമാക്കാത്തത് കൊണ്ടാണ്. ഒരു പക്ഷെ ഇത് മനസ്സിലാക്കിയത് മുതൽ, അല്ലെങ്കിൽ ഞാനും തീരുമാനിച്ചു ഈ ക്ലാസ്സിൽ വ്യക്തമായി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു ഹ്യൂമൻ ലൈബ്രറി, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളുടെ ലിസ്റ്റ് ഞാനും ഇന്ന് മുതൽ തയ്യാറാക്കി തുടങ്ങുകയാണ്. പിന്നീട് ആ ബന്ധങ്ങളിലെ ഓരോ വ്യക്തിയെയും എടുത്ത് ആ വ്യക്തിയെ ഒരു പുസ്തകം പോലെ മനസ്സിലാക്കുക. അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ. ആ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ അമ്മയാണെങ്കിലും ചില സമയത്ത് ഈ ഇമോഷണൽ ആയിട്ട് ചില വോയിസ് മെസ്സേജ് അങ്ങോട്ട് വാട്സപ്പിലിടും. അപ്പൊ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇത് ആ സമയത്ത് അവരുടെ മാനസികമായ ഒരു വിഷമം കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഇതിനൊരു റെസ്പോണ്ട് അപ്പൊ ചെയ്യണമെന്നില്ല, ഒരു റെസ്പോൺസ് കൊടുക്കണമെന്നില്ല. ജസ്റ്റ് വെയിറ്റ്. ചിലപ്പോ ആ ഒരു നമ്മളുടെ ആ ഒരു വെയിറ്റ്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കാത്തിരിപ്പ്, ചിലപ്പോ അവര് വോയിസ് മെസ്സേജ് ഇട്ടത് പോലും മറന്നു പോയിട്ടുണ്ടാവും. അവരുടെ മനസ്സിലുള്ള ഒരു ടെൻഷൻ ഞാൻ അത് വായിച്ചെടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു വോയിസ് മെസ്സേജ് ആക്കി ചിലപ്പോൾ ഒരു 3-4 വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു പുസ്തകം പോലെ ആ വ്യക്തി അറിയാവുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കും. അത് അവിടെ ഇരിക്കട്ടെ. കാരണം അത് ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് അടിക്കും. ഇത് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ചിന്തകളുടെ ഒരു വിഷമഘട്ടത്തിൽ അവർ അറിയിക്കുന്ന ചില വോയിസ് മെസ്സേജുകളാണ്. ചിലപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കാം. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ വോയിസ് മെസ്സേജ് ഒരു 3-4 കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതവിടെ മാറ്റിവെക്കും. ഒരു പക്ഷെ ഞാൻ ഇമോഷണലി ബാലൻസ്ഡ് ആവുന്ന സമയത്ത് മാത്രമേ ഞാൻ അതെടുത്ത് വായിക്കുകയുള്ളൂ. വായിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു പുസ്തകം പോലെ പഠിച്ചത് കൊണ്ട് അതിന് ആ സമയത്ത്, ചില സമയത്ത് റെസ്പോൺസ് കൊടുക്കാറേയില്ല. പക്ഷെ കൊടുക്കാതിരിക്കുമ്പോൾ അതിന് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ആ വ്യക്തി അതിന് ചോദ്യം ചോദിച്ചു വരാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയെ പുസ്തകം പോലെ പഠിച്ചത് കൊണ്ടാണ്. ഇതുപോലെ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ ഹ്യൂമൻ ലൈബ്രറിയെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഇത് ഇഷ്ടം പോലെ നമ്മുടെ മാധ്യമങ്ങളിലും പുസ്തകങ്ങളും വാട്സപ്പിലും ഒക്കെ പ്രചരിച്ച കാര്യമാണ്. ഇങ്ങനെ ഡെൻമാർക്കിൽ ഒരു ലൈബ്രറി ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചോദിച്ചാൽ, അടുത്തടുത്ത ബന്ധങ്ങളെ തിരിച്ചറിയുക. എന്തുകൊണ്ടാണ് ഞാൻ ഈ ബന്ധം എന്റെ ജീവിതത്തിൽ കൂട്ടിവെക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒരു പുസ്തകം പോലെ പഠിച്ചെടുക്കുക. സ്വന്തം ഭർത്താവിനെ ആണെങ്കിലും ഭാര്യയാണെങ്കിലും കുട്ടികളെ കുറിച്ചാണെങ്കിലും ഒരു പുസ്തകത്തിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് രേഖപ്പെടുത്തി നോക്കൂ. വളരെ എളുപ്പത്തിൽ അവരെ പഠിച്ചെടുക്കാൻ നമുക്കാകും. ഒരു പക്ഷെ അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളോട്, നമ്മുടെ ബന്ധങ്ങളോട് എങ്ങനെയാണ് നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാകും. ഒരു പക്ഷെ നാം പഠിച്ച അച്ഛന്റെ പുസ്തകമായിരിക്കില്ല അമ്മയുടെ പുസ്തകം. അച്ഛനോട് ഞാൻ എങ്ങനെ സംവദിക്കണം എന്നായിരിക്കുന്ന ഒരു പഠനമായിരിക്കില്ല അമ്മയോട് ഞാൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഭാര്യ എന്ന പുസ്തകം വായിച്ചു കഴിയുമ്പോൾ, ഭർത്താവ് എന്ന പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഓരോ വ്യക്തിയോടും ഞാൻ ഏത് രീതിയിലാണ് സംവദിക്കേണ്ടത്, അവരോട് ഏത് രീതിയിൽ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും, ആ ബന്ധം കൂട്ടി നിർത്തണമെങ്കിൽ ഞാൻ ഏത് രീതിയിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊരു തിരിച്ചറിവ് ലഭിക്കണമെങ്കിൽ ഇത് ചിന്തിച്ച് ചിന്തിച്ച് പുകയാതെ ഒരു പുസ്തകം എടുത്തു വെച്ച്
നിങ്ങളുടെ ബന്ധങ്ങളുടെ പേര് ഓരോന്നും എഴുതി വെക്കുക. ആ വ്യക്തിയെ നന്നായി ശ്രദ്ധയോടുകൂടി ഒബ്സർവ് ചെയ്യുക. അവര് പറയുന്നത് കേൾക്കുക. അവരുടെ ബോഡി ലാംഗ്വേജ് തിരിച്ചറിയുക. ആ രീതിയിലുള്ള ബന്ധങ്ങൾ, ഇവരുമായിട്ടുള്ള ബന്ധം എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ക്ലൂ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു പക്ഷേ ഇത് ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഇന്നും ഏകദേശം ഒരു 2 വർഷമായിട്ട് എന്റെ കരിയറിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. പലപ്പോഴും ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ക്ലാഷ് ഉണ്ടാകുന്ന സമയത്തും ഞാൻ ലൈബ്രറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്റെ കരിയറിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്ത് എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്റെ കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഈ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ ഏതൊക്കെ രീതിയിൽ പെരുമാറണം, ഞാൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഈ വ്യക്തിയുമായിട്ട് എനിക്കുണ്ട്. അതൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എഴുതി വെക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുമ്പോൾ, ഒരു പ്രാവശ്യം എഴുതി വെക്കുമ്പോൾ അത് ബ്രെയിനിൽ നമുക്ക് രേഖപ്പെടുത്തലുകൾ ഉണ്ടാവും. ആവശ്യമില്ലാതെ ചിന്തിച്ച് പുകയ്ക്കുന്നതിന് പകരം ഒരു പുസ്തകം പോലെ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെ കൂട്ടി നിർത്തണമെങ്കിൽ അവരെ വായിച്ചെടുക്കുക. ഇതാണ് ഹ്യൂമൻ ലൈബ്രറി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബന്ധങ്ങളിൽ ഒരുപാട് കൂട്ടിയുറക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടെങ്കിലും ഇത് പലപ്പോഴും നാം മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇവരെ പഠിച്ചെടുക്കുക, ഇവരെ വായിച്ചെടുക്കുക. ഒരു പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഒരു 10 പോയിന്റ് എഴുതുന്നത് പോലെ ആ വ്യക്തിയെ കുറിച്ച് ഒരു 10 പോയിന്റ് എഴുതി നോക്കൂ. പിന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം ഇവൻ ഇങ്ങനെയാണ്, അവരെന്തോ ആയിക്കോട്ടെ, എനിക്ക് ഈ ബന്ധം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഈ ബന്ധം കൊണ്ടുപോകാൻ ഞാൻ അവരോട് ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറിയാൽ ആ ബന്ധം എന്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ലൈബ്രറികൾ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്താനാവും. ഒരു പക്ഷെ അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് വളരെയധികം കൂട്ടിച്ചേർക്കാനാകും. ഇനി കഴിഞ്ഞ കുറെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഈ മാജിക്കില് ഒരു വ്യക്തി പറഞ്ഞതുപോലെ, അവരാരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആ വ്യക്തികൾ അങ്ങനെയാണ് എന്ന് ഒരു ഹ്യൂമൻ ലൈബ്രറികളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ വ്യക്തി അങ്ങനെയാണ്, സോ വാട്ട് എന്ന് പറഞ്ഞ് എനിക്ക് ആ ബന്ധം കളയാൻ പറ്റും? ഒരിക്കലുമില്ല. ആ വ്യക്തിയോട് ഇത്തരത്തിൽ പെരുമാറിയാൽ, ആ വ്യക്തിയോട് ഇങ്ങനെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ആവശ്യം എന്റേതാണ്, അവരെങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടന്റ് അല്ലേ അല്ല എന്ന് ചിന്തിക്കുമ്പോൾ അവരെന്ത് ചെയ്താലും പറഞ്ഞാലും എനിക്കത് എന്റെ ഉള്ളിൽ തട്ടില്ല. കാരണം ഈ ബന്ധം എനിക്ക് വിലപ്പെട്ടതാണ്. ഇത് കൊണ്ടുപോയാൽ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആകും. അത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. തിരിച്ചറിയുമ്പോൾ ഓരോ വ്യക്തിയെയും ഒരു ലൈബ്രറിയിലെ പുസ്തകം പോലെ വായിച്ചെടുക്കുമ്പോൾ നമുക്കത് ബന്ധങ്ങളിൽ വളരെയധികം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു പക്ഷെ ലൈബ്രറികളിലെ പുസ്തകം നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ടല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട, ഒരു പക്ഷെ നമ്മളും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതല്ലേ പല ബന്ധങ്ങളും, അല്ലെങ്കിൽ നമ്മളിലേക്ക് നമുക്ക് അനുകൂലമായെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ ഓരോ ബന്ധങ്ങളും യൂണിവേഴ്സ് നമ്മളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം എനിക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തിരി റിസ്ക് എടുക്കാൻ നാം തയ്യാറാണെങ്കിൽ ഒരുപാട് ലൈബ്രറികൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്കാകും. ഇത്രയും വലിയ ലൈബ്രറികൾ നമുക്ക് ചുറ്റുമുണ്ടാവുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓടി തിരഞ്ഞ് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടി നടക്കുന്നത്? നമുക്ക് ചുറ്റും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് ഇതാണ് എനിക്ക് ആവശ്യമുള്ള പുസ്തകം, ഈ പുസ്തകം വായിച്ചെടുത്ത് ഈ വ്യക്തിയിലുള്ള കണ്ടന്റ് മുഴുവൻ തിരിച്ചറിയുമ്പോൾ ഇതിൽ എനിക്ക് ആവശ്യമായത് മാത്രം തിരഞ്ഞെടുക്കുക. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിൽ ഞാൻ മുന്നോട്ട് പോയാൽ ഇത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകും എന്ന തിരിച്ചറിവിലേക്ക് എത്തും. ഒരു പക്ഷെ അത്തരത്തിൽ മനുഷ്യർ എന്ന ലൈബ്രറിയെ തിരിച്ചറിയാനായാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ്സും സമാധാനവും ഒക്കെയാണ്. അത് കണ്ടെത്താൻ ഈ ഹ്യൂമൻ ലൈബ്രറി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് ഹൃദയം നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു
പ്രവീണ മാം, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. നമ്മള് ലൈബ്രറി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന, പക്ഷെ ഹ്യൂമൻ ലൈബ്രറി എന്ന ടോപ്പിക് തന്നെ ഡിഫറെന്റ് ആയിരുന്നു അല്ലെ. നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു. മാം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു അഗെയിൻ. ഇനി ആർക്കെങ്കിലും ഇത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നോ? മാം പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്തോളൂ കേട്ടോ. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം. ഷാമിനി മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല സെഷനായിരുന്നു. അപ്പൊ ഞാൻ ഇതുവരെ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചത് അതായത് നമുക്ക് പറയാനുള്ളത് കേൾക്കാനാണ് അവിടെ ഇരിക്കുന്നത് വിചാരിച്ചത്. പക്ഷെ ഇന്നത്തെ ക്ലാസ് നല്ലൊരു ക്ലാരിറ്റി കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവങ്ങളും അറിവുകളും ഷെയർ ചെയ്യുന്ന ഒരു വേദിയാണ് എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നല്ലൊരു കാര്യമാണ്. പക്ഷെ അവിടെ കാണുന്നുണ്ട് കാണുന്നുണ്ട്. ഒരു മിനിറ്റ്. പക്ഷെ മാമിന്റെ ഒരു ടോപ്പിക്. ഷാമിനി മാം, മാമിന്റെ വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിക്കുന്നത് നന്നാവും, കാരണം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചു, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, ഞാൻ ഇതുവരെ ലിസണിങ് ആണ്. അങ്ങനെ രണ്ടുപേരിരുന്ന് സംസാരിക്കുന്ന പോലെ കണ്ടിട്ടുണ്ട്. അതായത് നേരിട്ടല്ല, നമ്മളിങ്ങനെ ഓരോന്ന് പോസ്റ്റ് പോലെയൊക്കെ കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കിയത് ലിസണിങ് ആയിരിക്കും എന്നാണ്. അതായത് നമുക്ക് പറയാനുള്ളത് കേൾക്കാനായിട്ട് തന്നെ ഇങ്ങനെ ഒരിടം ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ ക്ലാസ് എന്നാണ് മനസ്സിലായത് പരസ്പരമുള്ള അറിവുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല ആശയമാണ്. പക്ഷെ അത്ര ആഴത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മാം അതൊരു ടോപ്പിക് എടുത്ത് പറഞ്ഞപ്പോ ഒന്നുകൂടി നല്ല ക്ലാരിറ്റി കിട്ടി. ശരിക്കും നല്ലൊരു ആശയമാണത്, ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്നത്. മാം അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു മാം. വെൽക്കം ഷാമിനി. ഹായ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാം പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച എൻ്റെ അമ്മയിൽ നിന്നായിരുന്നു. കാരണം എൻ്റെ ശരിക്കുള്ള ലൈബ്രറി അമ്മയാ. ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ടും അമ്മ ഒന്നും സമ്പാദിച്ചു വെച്ചില്ല, എല്ലാ മക്കൾക്കും ഇങ്ങനെ കൊടുത്തു. പക്ഷെ വയസ്സുകാലമായപ്പോൾ അമ്മ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടാവാം മക്കൾക്കെല്ലാം അമ്മ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ പാടില്ല, എൻ്റെതായ ഒരു സമ്പാദ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മക്കൾ കുറെ കഴിയുമ്പോൾ എന്നോടൊരു ബഹുമാനവും സ്നേഹവും കാണിക്കുള്ളൂ എന്ന്. പക്ഷെ അമ്മയുടെ കഷ്ടപ്പാട് ശരിക്കും കണ്ടുകൊണ്ട് ഞാൻ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മക്കള് ഇതുപോലെ എന്നെ തിരിഞ്ഞു നോക്കണമെന്നില്ല, ഒന്നും കാശില്ല വന്ന അവസാനം അവരെന്നെ നോക്കണമെന്നില്ല. അമ്മയുടെ ഓരോ ഇത് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ അമ്മയോട് ദേഷ്യപ്പെടും. പിന്നെ ഞാൻ വിചാരിക്കും പാവം അമ്മ, കാരണം അമ്മ ഒന്നും സമ്പാദിച്ചു വെച്ചില്ല. ഇത്രയും മക്കൾക്ക് വേണ്ടി എല്ലാ മക്കളായിരുന്നു, അവരെല്ലാം വളർത്തി വിട്ടിട്ടും അപ്പൊ എങ്ങനെ ആയിക്കൂടാ, നാം എങ്ങനെ ആയിക്കൂടാ എന്നുള്ളത് ഞാൻ അമ്മയിൽ നിന്നും പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞായിരുന്നപ്പോ എൻ്റെ അധ്യാപിക അവരെ കണ്ടുപഠിച്ചു എങ്ങനെ കുട്ടികളെ നോക്കുക. അപ്പോഴേ എനിക്കുണ്ടായിരുന്നു എനിക്ക് വലുതാകുമ്പോൾ ഒരു ടീച്ചർ ആവണം, അത് കുഞ്ഞു ക്ലാസ്സിലെ ടീച്ചർ ആവണം എന്ന്. പക്ഷെ ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു. അപ്പം മാഡം പറഞ്ഞ വളരെ ശരിയാ, നമ്മളെ കുഞ്ഞിലെ ഓരോരുത്തരെ പാഠപുസ്തകം ആക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കും ചലിക്കുന്ന ഏറ്റവും വലിയ ലൈബ്രറി എൻ്റെ അമ്മയാണ്. എപ്പോഴും രാവിലെ എണീറ്റ് ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് പാവം കലവും എടുത്തോണ്ട് പോവുക, അരി ഇടാനും ഒക്കെ. അമ്മയ്ക്ക് അടുപ്പ് കത്തിച്ചേ പറ്റുള്ളൂ, 91 വയസ്സായെങ്കിലും അമ്മയ്ക്ക് ഇപ്പോഴും അമ്മയുടെ ജോലി എല്ലാം ചെയ്യണം. അമ്മയുടെ വസ്ത്രം പോലും ഞാൻ നനയ്ക്കണം അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഞാൻ കഴുകിക്കോളാം എന്നാ ഇപ്പോഴും സ്വന്തമായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് പാകം ചെയ്ത് കഴിക്കണമെന്നുള്ള അമ്മയുടെ ആഗ്രഹം.
വേറെ ഒരു മക്കളോടെയും പോവില്ല. കാരണം എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ വീട്ടിൽ ചെന്ന് അമ്മ വയസ്സായതല്ലേ, അതുപോലെ അമ്മയ്ക്ക് വൃത്തിയില്ല എന്നൊരു തോന്നലുണ്ട്. പക്ഷെ ഞാൻ എല്ലാം വിട്ടുകൊടുക്കും. അമ്മ ചെയ്തോ, അമ്മ ചെയ്തിട്ട് അമ്മ വിളമ്പി തന്ന് ഞാൻ കഴിച്ചാൽ മതി. പിന്നെ ഞാൻ പഠിക്കുന്ന എൻ്റെ മകളെയാ, ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകളെയാ. എന്ത് പറഞ്ഞാലും ദേഷ്യം വരാതെ എല്ലാം ഒരു പുഞ്ചിരിയോടെ അവളപ്പം ഞാൻ വിചാരിക്കും ഇവർക്ക് എങ്ങനെ പറ്റി, ഇങ്ങനെ എന്ത് കേട്ടാലും ചിരിച്ചുകൊണ്ട് അതങ്ങ് നിസ്സാരമാക്കി കളയാൻ. അപ്പൊ മക്കളെ ഇപ്പൊ ഞാൻ പഠിക്കുന്നുണ്ട്, മോനെ ആയാലും ശരി. എന്നിട്ട് ഞാൻ പറയും, മോന് നിനക്ക് എങ്ങനെ പറ്റണടാ ഇത്രയും ഒക്കെ പ്രശ്നം ഉണ്ടായി. അപ്പൊ അവൻ പറയുന്നത് അമ്മ ഞാൻ ശരിക്കും കേൾക്കുന്നില്ല, നിങ്ങൾ ഇവിടെ കിടന്ന് പറയണൊന്നും ഞാൻ കേൾക്കണതായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ ഒന്നും കേൾക്കണില്ല, നല്ലത് മാത്രമേ ഞാൻ വലിച്ചെടുക്കുന്നു, ബാക്കിയെല്ലാം ഈ ചെവി കൂടെ കേട്ട് ഇപ്പുറത്തൂടെ ഞാൻ കളയാണ്. അപ്പൊ നമ്മുടെ പാഠപുസ്തകങ്ങൾ എല്ലാം നമ്മുടെ ചെറുതെന്ന് നോക്കണ്ട, കുഞ്ഞുങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. അതുപോലെ സ്കൂളിലെ കൊച്ചു മക്കളാ, 5 വയസ്സ്, അവരുടെ ആ സ്നേഹം കാണുമ്പോൾ ഞാൻ അതിശയിക്കും. ഇവരും ഒരു പുസ്തകങ്ങളാണ് നമ്മുടെ മുമ്പ് വരുന്നത്. കാരണം ഒരു കുട്ടിയെ ഞാൻ അന്ന് എന്തോ കുണ്ടിനെ കാണിച്ച് അവനെ പിടിച്ച് ഞാൻ മാറ്റിയിരുത്തി, നീ ഒന്നും കളിക്കണ്ടെന്ന്. പക്ഷെ ഇവൻ ഡെസ്കിന്റെ പുറത്തൂടെയും കട്ടയുടെ പുറത്തൂടെയും ഓടി വന്ന് എന്നെ പിടിച്ച് മാറ്റി. എന്താടാ നീ എണീറ്റ് വന്നിട്ട്, ദാ ഇവിടെ ഞാൻ നേരത്തെ ഒരു കടന്നൽ ഇരിക്കണ കണ്ടോ, ടീച്ചർ പറഞ്ഞില്ലേ കടന്നൽ കുത്തിയാ വേദനിക്കും. അപ്പൊ സത്യത്തിൽ ഞാൻ കുട്ടിയെ അങ്ങ് വാരിയെടുത്തു. അവനെ ഞാൻ മാറ്റി ഇരുത്തിയിട്ട് പോലും എന്റെ ദേഹത്ത് ആ കടന്നൽ കുത്തുന്നു ഞാൻ ഓടി എന്നെ പിടിച്ച് മാറ്റി. അപ്പൊ അവന് ആ ഒരു നിമിഷം അവൻ ഇതെല്ലാം മറന്നു. അപ്പൊ കുട്ടികളും നമ്മുടെ പുസ്തകം, മേഡം പറഞ്ഞപ്പോ ഞാൻ കരുതിയത് എല്ലാം നമ്മുടെ പുസ്തകങ്ങളാ. താങ്ക് യു മാഡം, ഇത്ര ഒരു സെക്ഷൻ എടുത്തതിന് താങ്ക് യു വെരി വെൽക്കം മച്ച്. മേഘ. ഗ്രേറ്റ് ഗ്രേറ്റ് ഷെയറിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ടു ഗുഡ് ഓൾ. മോർണിംഗ്. വളരെ വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. കാരണം നമ്മളൊരു പുസ്തകം പോലെ ഒരു വ്യക്തിയെ ആ റിലേഷനിൽ നമ്മൾ ഊട്ടിയുറപ്പിക്കാനായിട്ട് അത് മനസ്സിലാക്കേണ്ടത്, അതുപോലെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, വായിച്ചെടുക്കേണ്ടതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എക്സാമ്പിൾ സഹിതം മാഡത്തിന്റെ ലൈഫ് സഹിതം ഇവിടെ ചിത്രീകരിക്കേണ്ടായിരുന്നു. വളരെ വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. കാരണം നമ്മൾ അതില്ലാത്തതാണ് പല ബന്ധങ്ങളും തുടരാത്തതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതും തുടർന്നു പോകാൻ പറ്റാത്തതും. അപ്പൊ നമ്മളൊരു പുസ്തകം പോലെ ഒരു വ്യക്തിയെ ആ വ്യക്തിയുമായിട്ട് കണക്ഷൻ, ബന്ധം, റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നമ്മളുടെ ആവശ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും മാഡം സൂചിപ്പിച്ച പോലെ നമ്മൾ അതിനൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ, കണ്ടിന്യൂ ചെയ്യാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ, പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ബന്ധം നമുക്ക് ആരുമായിട്ടാണോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്, തീർച്ചയായിട്ടും അത് കഴിയും എന്നിവിടെ വളരെ വ്യക്തമായിട്ട് കാണിക്കേണ്ടായി. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് ഫോർ വണ്ടർഫുൾ സെക്ഷൻ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ബാബു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മേഘ മാം. നല്ലൊരു ഷെയറിംഗ് ആയിരുന്നു മേഘ മാം ചെയ്തിട്ടുള്ളത്. ആദ്യം സമീഷ്. ഗുഡ് മോർണിംഗ്. കേൾക്കാം കേൾക്കാം, പറഞ്ഞു. ഇവിടെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകാൻ വെച്ചിട്ട് ചില ആൾക്കാർക്ക് നമ്മുടെ പൊതുവെ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും. അപ്പൊ സാറേ സാർ അവരെ എന്തിനാണ് സംസാരിക്കുന്നത്? മൈക്രോഫോൺ ഇതാണ്, വോയിസ് കുറച്ച് കുറവാണ്, ക്ലിയർ ആവുന്നില്ല. കേൾക്കാം പക്ഷെ ശബ്ദമില്ല. ഓക്കെ മാം. ഇപ്പൊ കേൾക്കാം, ക്ലിയർ ആണ്. ചില ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ പൊതുവെ ഒന്ന് ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവങ്ങൾ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് അവരെ ഒന്ന് പിടിച്ചാൽ കിട്ടില്ല. നമ്മളെ കൂട്ടുന്നല്ലോ, അതുപോലത്തെ ചില ആൾക്കാർ അകാരണമായി നമ്മളോട് ദേഷ്യപ്പെടുക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അവരോട് നമ്മളെ പ്രതികരിക്കുമ്പോൾ നമ്മൾ എന്താണ് വേണ്ടത് നോക്കും. ബന്ധങ്ങൾ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അവനെങ്ങനെയാണ് നമുക്ക് മനസ്സിൽ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും, നമ്മളത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവരോട് നമ്മൾ കൂടുതൽ ഇടപെടുമ്പോൾ ആൾക്കാരുമ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക. ആ സമയങ്ങളിൽ നമ്മൾ എന്താ വേണ്ടത്? ഞാൻ പരമാവധി പിന്നെ ആൾക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ ദേഷ്യപ്പെടാതെ നിൽക്കണം. പക്ഷെ ചില സമയങ്ങളിൽ അത് രണ്ടു കൈയും കൂട്ടി പോകും. അതെ, ഓക്കെ. അപ്പൊ സമീഷ് ഇത് പറഞ്ഞപ്പോ ഒരു വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, എനിക്കത് മനസ്സിലായി. ഓക്കെ, അപ്പൊ സമീഷ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ വ്യക്തിയുടെ പേരൊന്ന് പുസ്തകത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് ഒന്നാമത്തെ കാര്യം. കാരണം അവിടെ നമുക്ക് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പിന്നീട് എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്താം. ആ വ്യക്തി ഇങ്ങനെയൊക്കെ പെരുമാറും നമുക്ക് എഴുതി വെക്കാം. ഒരു പക്ഷെ ആ വ്യക്തി അങ്ങനെ പെരുമാറാനുള്ള കാരണം
അവരുടെ ലൈഫിൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതോ അവരെ ഹീൽ ചെയ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ബന്ധം നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരു പുസ്തകം പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അവരുടെ സംസാരങ്ങളിലൂടെ അവർ പലപ്പോഴും പറയുന്നുണ്ടാവും ഈ ഇൻസൾട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അവർ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത് മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങളെയാണ് പറയുന്നത് നമ്മൾ തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുള്ള കോംപ്ലക്സുകളാണ് പലപ്പോഴും അത്തരം വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തി ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ഷൗട്ട് ചെയ്യുന്നതായിരിക്കും, മറ്റുള്ളവരുടെ ഇടയിൽ ഒരു കളിയാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് അവരുടെ ഉള്ളിൽ ഹീല് ചെയ്യപ്പെടാത്ത, അവരുടെ ഉള്ളിൽ ബുദ്ധിമുട്ടിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതാണ് അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. പക്ഷെ എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒന്നുകിൽ ഞാൻ അവിടെ ചിരിച്ചുകൊണ്ട് ശരി എല്ലാം ഇങ്ങനെയാണ് പറഞ്ഞോട്ടെ. കാരണം എനിക്ക് ബന്ധം വലുതാണ്. നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട്. നമുക്കെടുത്ത് നമ്മുടെ ഒരു സിനിമയിലെ സുരാജ് വെഞ്ഞാറമ്മൂട് പറയുമ്പോൾ ഇവരെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് വീട്ടിലുള്ളവരെടുത്ത് കിണറ്റിലെറിയാൻ തോന്നുന്നത് എന്നൊരു പറയുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ എറിയാറുണ്ടോ? ഇല്ല. അതങ്ങ് സഹിക്കും. കാരണം എനിക്ക് ഈ ബന്ധം വലുതാണ്. അപ്പൊ അവരങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ സിറ്റുവേഷൻ നമ്മളെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ചിരിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പിൻവാങ്ങാം. ഒരു അക്ഷരം നമ്മൾ തിരിച്ചു പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അതൊരു പക്ഷേ ഈ ബന്ധങ്ങൾ ഒരുപാട് നമ്മൾ മുറിപ്പെടുത്തും, നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോകും. അപ്പൊ ഒരു പക്ഷെ നമുക്കൊന്നുകൂടി ചിരിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് പിൻവാങ്ങാം. അല്ലെങ്കിൽ ഒന്ന് അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുക. ആയിക്കോട്ടെ അവർ പറയട്ടെ എന്ന് തന്നെ നമുക്ക്. പക്ഷെ അതിനൊക്കെ ഞാൻ പറയണമെങ്കിൽ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു പുസ്തകം പോലെ ആ വ്യക്തിയെ മനസ്സിലാക്കണം. ആ വ്യക്തിയുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്താണ് അവരുടെ ലൈഫ്, എന്താണ് അവരെന്തൊക്കെയാണ് കടന്നു പോയിട്ടുള്ളത്. അവര് പറയുന്ന ഓരോ വാക്കുകളിലും ഉണ്ട് അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ. അവര് പറയുന്ന ആ കളിയാക്കലുണ്ട് അവരുടെ ഉള്ളിലുള്ള വേദനകൾ. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്ന്, പോട്ടെ നമുക്ക് വിട്ടുകളയാം. കാരണം എനിക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ആവശ്യമുണ്ട്, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് നമ്മളത് ആഗ്രഹിക്കുന്നു, എനിക്ക് ഈ വ്യക്തി ഇമ്പോർട്ടന്റ് ആണെന്ന് തിരിച്ചറിയുമ്പോൾ യൂണിവേഴ്സ് അതിനൊരു വഴി ഉണ്ടാക്കും. അവരത് തിരിച്ചറിയും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നെ ഒന്ന് വിഷമിപ്പിക്കുകയോ തിരിച്ചൊരു വാക്ക് പറയുകയോ വേദനിപ്പിക്കുകയോ ഒന്നും വ്യക്തി ചെയ്തിട്ടില്ല. അവരത് തിരിച്ചറിയും. അത് നമ്മുടെ ആ ബന്ധം കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കാൻ യൂണിവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ തന്നെ ഒരുക്കും എന്നുള്ളത് തീർച്ചയാണ്. കാരണം എനിക്ക് ഈ ബന്ധം വലുതാണ്. ആ വ്യക്തി എന്നതാണെന്നുള്ളത് എനിക്ക് വിഷയമേ അല്ല. പക്ഷെ ഈ ബന്ധം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണെങ്കിൽ നമ്മളൊരു പുസ്തകം പോലെ അവരെ വായിച്ചെടുക്കുക. അതിനൊന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. താങ്ക് യു സമീഷ് സർ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടായിരുന്നോ? ഇല്ല. ദിവ്യ മാം. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? കേൾക്കാം. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞു പോയി ക്ലാസ് കേട്ടപ്പോ. എനിക്ക് മാമിന്റെ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും എനിക്ക് തോന്നും അത് എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്ക് തോന്നി പോവാറുണ്ട് ഓരോ ക്ലാസ്സുകളും. അപ്പോ ഇന്നത്തെ ക്ലാസ്സും വളരെയധികം നന്നായിട്ടുണ്ട്. എന്താ പറയാ, എന്റെ ജീവിതത്തിലും എനിക്ക് ഇങ്ങനെ ഓരോ എന്താ പറയാ ടെൻഷൻസ് ഒക്കെ വരുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും എന്തിനാണ് ഇവർ ഇത്രയധികം പറയുന്നതെന്ന്. പിന്നെ ഞാൻ വിചാരിക്കും ഈ ബന്ധം കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. അപ്പോ അത് പിന്നെ നമ്മൾ അവരെ കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ പല കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങൾ അത്രയധികം നമ്മളെ ഹാർട്ടില് പതിയില്ല. നമ്മൾ വിചാരിക്കും അവർക്ക് ദേഷ്യം വരുമ്പോൾ അവര് പറയുന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അപ്പൊ എപ്പോഴൊക്കെ ഇപ്പൊ ഏട്ടനായാലും എപ്പോഴൊക്കെ എന്നെ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഫോർഗീവ്നെസ് പറഞ്ഞുകൊണ്ടിരിക്കും. അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ഞാനിവിടെ ഫോർഗീവ്നെസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. വെൽക്കം ദിവ്യ. ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദിവ്യ പറഞ്ഞത് കേട്ടോ, അവിടെ കിടന്ന് എന്നെ വഴക്ക് പറയുമ്പോൾ ഞാനത് ഫോർഗീവ്നെസ്. എന്തുകൊണ്ടാണ് ഫോർഗീവ്നെസ് ചെയ്യുന്നത്?
എനിക്ക് ആ ബന്ധം വലുതായത് കൊണ്ടാണ്, അല്ലാതെ ആ വ്യക്തി അങ്ങനെ ആയതുകൊണ്ടല്ല എന്ന് ദിവ്യ എക്സാമ്പിളോടുകൂടി നമുക്ക് മുന്നേ പറഞ്ഞു തരികയാണ്. അല്ല, നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു, ഇങ്ങനെ ഒരു ഷെയറിങ് നടത്തുമ്പോഴാണ് നമ്മൾ പോലും പലതും പഠിക്കുന്നത്. താങ്ക് യു. Thank you, ma'am. Thank you so much. It's a great session. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൺഗ്രാജുലേഷൻ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു മാഡം. ഒരു പുസ്തകത്തെക്കാൾ വലുതാണ് ഒരു വ്യക്തിബന്ധം എന്നുള്ളത് അത്രയ്ക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് കോമൺ ആയിട്ട് നോക്കുമ്പോൾ സമൂഹം മൊത്തം നെഗറ്റീവാണ്. നമ്മൾ നോക്കിയിട്ട് ഈ ചില ആളുകളുടെ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചു പോകണമെന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട്. അത് മാജിക് വന്ന ശേഷമായിട്ടാ തോന്നലുണ്ടായി തുടങ്ങിയത്. കാരണം അതിനു മുമ്പ് നമ്മള് അങ്ങോട്ട് കൂടും, അവരുടെ കൂട്ടത്തില് അവര് പറയുന്നത് കേൾക്കും, അതിന് കൂടുതൽ സംസാരിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി അങ്ങനെയല്ല, നേരെ മറിച്ചാണ്. ഇപ്പൊ ഞാന് ഇപ്പൊ ശരിക്കും കൂട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ അതുപോലെ പഴയ ബന്ധങ്ങളെടുത്ത് ചെല്ലുമ്പോഴത്തേക്കും സംസാരിക്കുന്ന ഒറ്റ വിഷയം ഇതാണ്: ഞാൻ ഒരു കാര്യം സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കേൾക്കുമ്പോ എനിക്കോ നിങ്ങൾക്കോ ഗുണപ്രദമല്ലാത്തൊരു കാര്യം സംസാരിച്ചിട്ട് എന്താ കാര്യം? അത് വിട്ടേക്കുക. അങ്ങനെ മാറുന്നുണ്ട്. രണ്ടാമത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സാധാരണ വ്യക്തി കോമൺ ആയിട്ട് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ വ്യക്തി ഇപ്പൊ സമൂഹത്തിൽ അതിനുശേഷം പരിശോധിച്ചു കഴിഞ്ഞപ്പോ കണ്ട ഒരു കാര്യമാണത്. മറ്റുള്ളവരാണെങ്കിൽ ശരാശരി വ്യക്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് അവർ ചർച്ച ചെയ്യേണ്ടത്, അവർ കുറ്റപ്പെടുത്തലുകളല്ല. എന്നാൽ ഈ സമൂഹത്തെ ഏതാണ്ട് ചുരുക്കം ചില ശതമാനം ആളുകൾ മാത്രം, ഇപ്പൊ ഒരുപാട് വിദ്യാഭ്യാസം PG ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. പക്ഷെ നമ്മളുടെ കയ്യിലുള്ള ഈ ഒരു അറിവോ വിദ്യാഭ്യാസമോ കൊണ്ട് നമുക്കും നമ്മുടെ സമൂഹത്തിനും എങ്ങനെ ഉയരാം എന്ന് ചിന്തിക്കാൻ പറ്റില്ലേ അവർക്ക്? അതെന്തുകൊണ്ട് ചെയ്യണില്ല? ഇതാണ് ഇപ്പോ എന്റെ കൂട്ടത്തിൽ കിട്ടുന്ന ആൾക്കാർ. അപ്പോ നല്ലൊരു ബന്ധം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവരുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടിട്ട് ഇത്തരം മാഡം പറഞ്ഞ രീതിയിൽ ആ വ്യക്തികളെ പറ്റി നമ്മൾ പഠിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ നിൽക്കാൻ നമ്മൾ ചെയ്തിട്ടില്ല. ഏതായാലും നല്ലൊരു ടോപ്പിക്കാണ്. അത് ഇനി മുതൽ ചെയ്യാൻ പറ്റും. ഇത് മാജിക്കിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കണം എന്ന് ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഏതായാലും മാഡത്തിനെ പോലെയുള്ള ട്രെയിനർമാർ അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് ഇത്തരം പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, അതും നേരത്തെ സൂചിപ്പിച്ചാണെങ്കിൽ വ്യക്തിബന്ധങ്ങളായാലും പുസ്തകങ്ങളായാലും വായിച്ചു കഴിഞ്ഞിട്ട് അത് പകർത്താറില്ല, പഠിച്ചു പോവുകയാണ്, പഠിതാവാണ് എപ്പോഴും. പക്ഷെ ശരിക്കും അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായ പല കാര്യങ്ങളും നമുക്ക് ഗുണത്തിൽ വരുന്നുണ്ട്. അതും ഇത്തരം തിരിച്ചറിവുകൾ ഇതിനകത്തുനിന്ന് ഒത്തിരി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മനസ്സിനെ പോലുള്ള ആൾക്കാർ അത് പറയുമ്പോൾ നമ്മളത് പകർത്തുന്നു. ഇപ്പൊ ശരിക്കും 3 മണിക്ക് ഉണരുന്നുണ്ട്. ഉണർന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആ 5 4 3 2 1 അത് ഓക്കെ. പക്ഷെ അതിനകത്തുനിന്ന് അത് നെക്സ്റ്റ് സ്റ്റെപ്പ് കൂടി ഉണ്ട്, ഒരു സ്റ്റാർട്ട് ഉണ്ട്. 5 4 3 1 പറഞ്ഞിട്ട് വീണ്ടും കിടക്കാല്ലേ. പക്ഷെ കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റാർട്ട് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ചാടി എഴുന്നേക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് മാഡത്തിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ നമുക്ക് ഇപ്പോ അറിയാതെ തന്നെ നമ്മൾ സ്റ്റാർട്ടായി പോവുകയാണ്. ഏതായാലും നല്ലൊരു സെക്ഷൻ. ഇതുപോലെ ഇനിയും മാഡം വരും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് തരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. ഹലോ ഹലോ പറഞ്ഞോളൂ ദിവ്യ മാം, പറഞ്ഞോളൂ. മാം, എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ടെൻസ്ഡ് ആയിരിക്കുമ്പോഴായിരുന്നു പണ്ട്, ഇപ്പൊ കണ്ടിന്യൂസ്ലി ഞാനൊരു സെൽഫ് ടോക്കിംഗ് ചെയ്യാറുണ്ട്. ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, നീ ചെയ്തത് ശരിയാണോ? അല്ലെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും ഓഫീസിലായാലും മാനേജറൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ എത്രമാത്രം കറക്റ്റ്നെസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെ എന്നോട് പലപ്പോഴും
ചിലപ്പോ ഉറക്കെ, ആരും ഇല്ലാത്ത സമയത്ത് ഉറക്കെ സംസാരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ സെൽഫ് ടോക്കിംഗ് എന്ന് പറയുന്ന കാര്യം ഇതില് എത്രമാത്രം ഉപകാരപ്രദമാണെന്നൊന്ന് പറഞ്ഞു തരുമോ? സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. വി ആർ ഇംപെർഫെക്റ്റ് ആണ്. കാരണം നമ്മൾ എല്ലാവരും പെർഫെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം വിട്ടു പോകും തീർച്ചയാണ്. നമ്മുടെ Yes, ma'am. പേർപ്പസ് ഒക്കെ പൂർത്തിയാക്കി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു പോകും. അപ്പൊ നമ്മളെല്ലാവരും ഇംപെർഫെക്ഷൻ ഉള്ള ആൾക്കാരാണ്. കൂടുതൽ ഓരോ കാര്യങ്ങളും അതുകൊണ്ടാണ് പറയുന്നത്, ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന വ്യക്തികളും അവസരങ്ങളും അത് കൂപ്പനെ പോലെ പറയുന്ന കാര്യമാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളും നാം കടന്നു പോകുന്ന ഓരോ അവസരങ്ങളും നമ്മെ കഴുകാനുള്ളതാണെന്നാണ് കൂപ്പനപ്പ് പറയുന്നത്. അപ്പൊ നമുക്ക് സെൽഫ് ടോക്ക്, ഞാനിപ്പോ ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷെ സ്വയം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. യെസ്, ഐ ഡൺ എ മിസ്റ്റേക്ക് ബിക്കോസ് ഐ എം നോട്ട് പെർഫെക്റ്റ്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് അല്ല. അപ്പൊ ഇത് ഞാൻ തെറ്റാനുള്ള കാരണം പോലും ഞാൻ ഇതിൽ എന്തോ ഒന്ന് പഠിക്കാനുണ്ട്. ആ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്തും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും, തീർച്ചയാണ്. പക്ഷെ സ്വയം ക്രിട്ടിസൈസ് ചെയ്ത് താഴേക്ക് പോകരുത്. ഇതിലൂടെ, അതായത് ഇങ്ങനെ തെറ്റ് ചെയ്യാനുള്ള കാരണം പോലും ഞാൻ ഇവിടെ കഴുകപ്പെടുകയാണ്, പുതിയതെന്തോ ഞാൻ പഠിക്കുകയാണ്, ഇനി ഒരു അവസരം വരുമ്പോൾ ഞാൻ ഇത്തരത്തിലാണെന്ന് പെരുമാറേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണെന്ന് കണ്ടു കഴിഞ്ഞ് അതിനെ സ്വീകരിക്കാൻ നമുക്ക് സെൽഫ് ടോക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല കാര്യം തന്നെ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ദിവ്യ മാം. നല്ല ഡൗട്ട്സ് ആണ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ സർവീസിനെ കുറിച്ച് ഏകദേശം എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ സർവീസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം മാപ്പിംഗ് വർക്ക്ഷോപ്പ് ഇതിൽ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സുലേഹ മാം, ഷൈമിന മാം, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വർക്ക്ഷോപ്പ് ചൂസ് ചെയ്തിട്ട് അതിൽ റിസൾട്ട് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിയിൽ ആർക്കെങ്കിലും റെഫർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു സർവീസ് എടുക്കണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് നമ്പർ ഷെയർ ചെയ്യാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സമീഷ് സാറിന് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടായിരുന്നോ സർ? ഇല്ലല്ലോ. ഓ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു, വിട്ടുപോയതാണ്. അപ്പോ പ്രവീണ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എസ്പെഷ്യലി പ്രവീണ മാം നല്ലൊരു സെഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഷൻ എടുത്ത് പ്രവീണ മാമിനും ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വിമാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. Thank you, Prerna. Thank you all. 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 Thank you, ma'am. Thank you all. Thank you, ma'am.